ഇന്ന് സാബി നിങ്ങൾ തോറ്റിരിക്കും. ഇതാ ഈ പതാക ഇന്നത്തോടുകൂടി മലബാറിൽ അയച്ചു വെച്ചിരിക്കും. ഞാൻ പൊടി ഊതിയിട്ടുണ്ട്. അതേപോലത്തെ ഒരുപാട് മന്ത്രവാദികളെ ഒരുപാട് കാലമായിട്ട് അല്ല, നിങ്ങൾ ഇന്ന് കാര്യമായിട്ട് മന്ത്രിച്ചൂതി നോക്കാം. വെയിറ്റ് ആൻഡ് സീ. ഒരു 2 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. അല്ല, നിങ്ങൾ രണ്ടുപേരും കേരളത്തിൽ അറിയപ്പെട്ട 2 സൈക്കോളജിസ്റ്റുകളാണ്. ഈ പൗഡർ ഊതിയും നാട്ടുകാരെ പേടിപ്പിച്ചും പറയുന്ന ഈ സംഗതി സത്യത്തിൽ എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം? ആളുകൾ എന്തുകൊണ്ടാണ് പ്രഡിക്ഷനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു 4-5 ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. നമ്മുടെ ഒരു ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ പ്രഡിക്ഷൻ എന്തോ ആയിക്കോട്ടെ, അത് ശരിയായിക്കോട്ടെ തെറ്റായി, ബ്രസീൽ ജയിക്കും അല്ലെങ്കിൽ ബ്രസീൽ തോൽക്കും എന്ന് പറഞ്ഞോട്ടെ, പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ആൻസർ കിട്ടുകയാണ്. ആൻസർ യഥാർത്ഥത്തിൽ നമുക്കൊരു ആശ്വാസം നൽകും. ഒരു താൽക്കാലികമായാണെങ്കിൽ പോലും ഒരു ആശ്വാസം നൽകും. ഇതേ മെക്കാനിസം തന്നെയാണ് പലപ്പോഴും പല രീതിയിലുള്ള പ്രഡിക്ഷനെയും ഫ്യൂച്ചറിനെയും ഒക്കെ തന്നെ അളക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്നൊക്കെ തന്നെ ആളുകൾ അറിയാനായിട്ട് ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നതും ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലിക്കുകളിലേക്ക് പോകുന്നതും. അപ്പോൾ ഒരു ഗാനക്കാരനായ മന്ത്രവാദിയാണല്ലോ അയാൾ. അപ്പോൾ അയാൾ ഈ വേൾഡ് കപ്പിൽ നടത്തിയിട്ടുള്ള എത്ര പ്രഡിക്ഷൻ ശരിയായിട്ടുണ്ട്? വളരെ സിമ്പിളായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി, ഒബ്സർവേഷൻ ആൻഡ് ഒടുക്കത്തെ കോൺഫിഡൻസ്. ഇതാണ് ഏതൊരു പ്രഡിക്ഷൻ്റെയും ബേസ്. ആൻഡ് നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മന്ത്രവാദി ഈ വേൾഡ് കപ്പിൽ വരുന്നത് ഹാരി കെയ്നെ പറഞ്ഞുകൊണ്ടാണ്. ഹാരി കെയ്ന് ഗോളടിക്കില്ല, ഹാരി കെയ്ൻ്റെ ഗോളടിക്കാനുള്ള കപ്പാസിറ്റിയെ എന്ത് ചെയ്തു, പിന്നെ വലിച്ചെടുത്തു, അങ്ങനെ എന്തോ ആണ് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ മത്സരത്തിൽ ഗാന ഇംഗ്ലണ്ടിനെ സമനില 0-0 തിളക്കുകയാണ്. അതിനുശേഷമുള്ള അതോടുകൂടി പുള്ളിയെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നത്. പിന്നെയാണ് എന്താണ് ഇനിയുള്ള പ്രഡിക്ഷൻ ഒന്ന് അർജൻറ്റീനൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞു, അത് തെറ്റിയിട്ടുണ്ട്. അതേപോലെ ഗാന ക്വാർട്ടർ ഫൈനലിൽ എത്തുമെന്ന് പറഞ്ഞു, അത് തെറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്, അത് പോർച്ചുഗൽ വിജയിക്കുമെന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് എന്താവും തീരുമാനമാവും. ഇയാൾ ഹിറ്റാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം സാധാരണ എന്താണ് നമ്മൾ കാണുന്ന പോൾ നീരാളി ഉണ്ട്, പിന്നെ കുറച്ചും കൂടി സയൻറ്റിഫിക്കായ ആളുകളെ സമാധാനിപ്പിക്കാൻ ഒരു മാത്തമെറ്റീഷ്യൻ എല്ലാ കൊല്ലവും ഉണ്ടാവും. കാരണം പ്രോബബിലിറ്റി തിയറിയും പിന്നെ AI പ്രഡിക്റ്റ് ചെയ്യും. ഇയാളെ സംബന്ധിച്ച് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു രീതിയിലാണ് ഈ മന്ത്രവാദി എന്ത് ചെയ്യുന്നത്, പ്രവചിക്കുന്നത്. കാരണം എടുക്കുന്നു, ഊതുന്നു, ഇതൊന്നും ഒരു ഇന്റർനാഷണൽ കുറേ കൂടി ഒരു വിശ്വാസത്തിന്റെ എലമെന്റ് തോന്നിപ്പിക്കുന്ന ഒരു വിഷ്വൽ സാധനം എന്ത് ചെയ്യാണ് ആളുകളുടെ മുന്നിലേക്ക് കൊടുക്കുക. വിഷ്വൽ പ്ലസ് വിശ്വാസം രണ്ടും. അപ്പം സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് കുറേയും കൂടി എന്താവും, വർക്കാവും.